എന്തൊക്കെയാ രാജു വീട്ടിലെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? ആ അതെ സർ, എല്ലാവർക്കും സുഖ. രാജുനും അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണ് ഉള്ളതല്ലേ? ആ അതെ സർ. അതെ, ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. മിസ്റ്റർ വർമ്മയുടെ PA ആയിട്ട് ജോലി ചെയ്യുന്നതിന് രാജുവിന് കൂലിയായിട്ട് എത്ര കിട്ടും? സാർ എനിക്ക് മാസ ശമ്പളമായിട്ട് 38,000 രൂപയും പിന്നെ ട്രാവൽ അലവൻസും തരുന്നുണ്ട്. എല്ലാം കൂടി ഒരു 10,45,000, ചിലപ്പോ 50,000. അതെ സർ. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിന് മുന്നോട്ട് പോവാൻ ആ തുക ധാരാളമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം മതിയോ രാജു? എന്തെങ്കിലും സേവിങ്സ് ഒക്കെ വേണ്ടേ? സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും ഒക്കെ വേണ്ടേ? ദേ, മറ്റാരും അറിയണ്ട, നമ്മൾ 2 പേരും മാത്രം പറഞ്ഞാൽ മതി. ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരാം. നീ ആ PA പടിന്ന് മാറിക്കോ. എന്താ, സമ്മതമാണോ? എന്റെ ഒരു സുഹൃത്തെ ഇവിടെ ഒരു ബാർ നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ അവിടുത്തെ മാനേജരാക്കടാ. മാസം 10,75,000 രൂപ ശമ്പളം, പിന്നെ കിമ്പളം, പിന്നെ കമ്മീഷൻ. എന്തു പറയുന്നു? വേണമെങ്കിലേ 2 അടിക്കുകയും ചെയ്യാം. വേണ്ട സർ, വർമ്മ സാറിന്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് മതി. വർഷങ്ങൾ ഒരുപാടായി ഞാൻ സാറിന്റെ കൂടെ കൂടിയിട്ട്. സാറ് തരുന്ന ശമ്പളം തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും ധാരാളം. സാറിന്റെ വലിയ മനസ്സിന് നന്ദി. മോനൊന്ന് നിന്നേ. എന്താ സാറേ? മതിയാക്കടാ നിന്റെ ഈ സാറേ സാറേ എന്നുള്ള വിളി. നീ സാറേ സാറേ എന്ന് വിളിക്കുമ്പോഴേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാഗരാജനും മോനും വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്താണ് വർമ്മയുടെ മോളുടെ കണ്ണിൽ നോക്കി കഥകൾ കളിക്കുന്നോ? നീയും ആ പെണ്ണുമായിട്ടുള്ള സകല ചുറ്റിക്കളിയും ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്റെ മോന് ഇഷ്ടമായ ഒരേ ഒരു പെണ്ണാ അവള്. നിർത്തിക്കോണം. വർമ്മയുടെ വീട്ടിലുള്ള നിന്റെ കൂലിപ്പണിയും വർമ്മയുടെ മകളോടുള്ള നിന്റെ പ്രേമപ്പനിയും ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിലേ നിന്നെ കൊത്തി എറിഞ്ഞ് കായലിൽ താഴ്ത്തും ഞാൻ. മനസ്സിലായോടാ? സാറേ, കൈയെടുക്ക് സാറേ. കൈയെടുക്കാനാ പറഞ്ഞേ. സാറിപ്പോ എന്നോട് സംസാരിച്ച രീതി അത് തീരെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല സാറെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാർ ഉദ്ദേശിക്കുന്ന പോലൊരു വ്യക്തിയല്ല ഞാനും. സമ്പത്തിനും പെണ്ണിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ മറന്ന് പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. പുറമേ ഒരു സംസാരവും ഉള്ളില് മറ്റൊരു വൃത്തികെട്ട ചിന്താരീതികളും കൊണ്ടു നടക്കുന്ന സാറിനെ പോലുള്ള വലിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മനസ്സേ മനസ്സിലാവില്ല. ഇത്രയും കടുത്ത വാക്കുകള് സമ്പത്ത് കൊണ്ട് വലിയവനായ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ, പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടും വലിയവനാവാൻ നോക്കു സാറേ. ഇപ്പോഴാ രാജു നീ എന്റെ പഴയ ചുണക്കുട്ടിയായ രാജു ആയത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും നിന്റെ തലയിൽ കയറുമെന്നും തലയിൽ കയറാൻ വരുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നും നിനക്കിപ്പോ മനസ്സിലായല്ലോ. എനിക്കത് മതി. വർമ്മ സാറ് സാറിന് കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. സാർ നടക്ക. പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു പരിധിയില്ല മാഡം.
ഞാനൊരു പാവായതുകൊണ്ടല്ലേ എല്ലാവരും എന്റെ തലയിൽ കയറാൻ വരുന്ന. ഇനി അത് വേണ്ട. ഞാൻ നിശബ്ദനായി പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാ എന്നെ പോലെ തന്നെ മറ്റുള്ളവരോടും പ്രതികരിക്കാനുള്ള അവരുടെ ലൈസൻസ് ആയിട്ട് അത് മാറും. അത് വേണ്ടെന്ന് തോന്നിയിട്ടാ അയാളോട് ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് നന്നായി രാജു. അല്ലെങ്കിലും അങ്ങനെ തന്നെ പെരുമാറണ്ടേ. എനിക്ക് അങ്ങനെയുള്ള രാജുവിനെയാ ഇഷ്ടം. പറയാനുള്ളത് തുറന്നു പറയുന്ന, ആരെയും ഭയമില്ലാത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന രാജുവിനെയാ എനിക്കിഷ്ടം. അങ്ങനെയുള്ള ആ രാജുവായിരുന്നു എന്റെ ഹീറോ. പക്ഷേ ഇപ്പൊ രാജു ആകെ മാറിപ്പോയി. മാഡം, അത് മാഡം എന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ച്